1300 വർഷത്തിലേറെ പഴക്കമുള്ള യേശുവിൻ്റെ ചിത്രമുള്ള ഓസ്തി കണ്ടെത്തി. തെക്കൻ തുർക്കിയിൽ നടത്തിയ ഖനനത്തിൽ പുരാവസ്തു ഗവേഷകരുടെ സംഘം 5 ചെറിയ വൃത്താകൃതിയിലുള്ള കാർബണൈസ്ഡ് അപ്പങ്ങൾ കണ്ടെത്തി. വിശുദ്ധ കുർബാനയ്ക്കായി ഉപയോഗിച്ചതെന്ന് കരുതപ്പെടുന്ന ഓസ്തിക്ക് 1300 വർഷത്തിലേറെ പഴക്കമുണ്ടെന്നാണ് കണക്ക്. 5 ഒരെണ്ണത്തിൽ യേശുക്രിസ്തുവിൻ്റെ രൂപം ആലേഖനം ചെയ്തിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. പുരാതന റോമൻ ബൈസൻ്റൈൻ കേന്ദ്രമായ ടോപ്രാക്കെപ്റ്റിലാണ് ഈ കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത്. എർണോപോളിസ് അഥവാ സമാധാന നഗരം എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ഇത്. അനറ്റോലിയയിലെ ചരിത്ര മേഖലയിലെ കരമാൻ പ്രവിശ്യയിലാണ് ഖനനം നടത്തിയിരിക്കുന്നത്. 6-ാം നൂറ്റാണ്ട് മുതൽ 8-ാം നൂറ്റാണ്ട് വരെയുള്ള കാലയളവിൽ ബാർലി ഉപയോഗിച്ച് നിർമ്മിച്ച അപ്പങ്ങൾ കാർബണായി മാറിയ അവസ്ഥയിലാണ് കണ്ടെത്തിയത്. സാധാരണയായി തീയോ ഉയർന്ന ചൂടോ കാരണം രൂപാന്തരം സംഭവിക്കുന്ന അവസ്ഥയാണ് കാർബണായി മാറുന്ന അവസ്ഥ. കണ്ടെത്തിയ സ്ഥലത്ത് ഓക്സിജൻ രഹിത അന്തരീക്ഷമായിരുന്നുവെന്നും അസാധാരണമാം വിധം നന്നായി സംരക്ഷിക്കപ്പെട്ടിരുന്നുവെന്നും ഗവേഷകർ വെളിപ്പെടുത്തി. ആലേഖനം ചെയ്യാറുള്ള ക്രിസ്തുവിൻ്റെ പ്രതിരൂപം കാലക്രമേണ മാറ്റത്തിന് വിധേയമായിട്ടുണ്ടെന്ന് സൂചന നൽകുന്നതാണ് കണ്ടുപിടുത്തമെന്ന് സ്പെയിനിലെ മാഡ്രിഡിലുള്ള CEU സാൻ പബ്ലോ സർവകലാശാലയിലെ ചരിത്ര പ്രൊഫസറായ ജിയോവാന്നി കൊളമാറ്റി പറഞ്ഞു. ഒരു അപ്പത്തിൽ യേശുക്രിസ്തുവിൻ്റെ രൂപത്തോടൊപ്പം സ്വർഗീയനായ യേശുവിനോടുള്ള ഞങ്ങളുടെ നന്ദിയോടെ എന്ന ഗ്രീക്ക് ലിഖിതവും കാണാം. മറ്റുള്ളവയിൽ ഗ്രീക്ക് കുരിശിൻ്റെ ആകൃതിയിലുള്ള ആലേഖനങ്ങളും കാണാം. കരമാൻ സർക്കാരിൻ്റെ ഔദ്യോഗിക പ്രസ്താവന പ്രകാരം ഓസ്തിയിൽ ചിത്രീകരിച്ചിരിക്കുന്ന യേശുവിൻ്റെ ചിത്രം വിതയ്ക്കുന്ന യേശു അല്ലെങ്കിൽ കർഷകനായ യേശു എന്നിവയുമായി ബന്ധപ്പെട്ടതാണെന്നാണ് ഗവേഷകരുടെ അനുമാനം. പരമ്പരാഗത ക്രിസ്തു രൂപമാണെന്നാണ് വിലയിരുത്തൽ. കണ്ടെത്തിയ വസ്തുക്കളിൽ കൂടുതൽ പഠനം നടത്തുവാനാണ് ഗവേഷകരുടെ തീരുമാനം.